19 വർഷം നീണ്ട അമേരിക്കൻ ജയിൽവാസത്തിനൊടുക്കം സൗദി പൗരൻ ഹുമൈദാൻ അൽ തുർക്കി മാതൃരാജ്യത്തെത്തി. ഇന്തോനേഷ്യൻ വീട്ടുജോലിക്കാരി ആക്രമിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് ഇദ്ദേഹത്തെ കുറ്റക്കാരനാക്കുന്നത്. അമേരിക്കയിൽ മുസ്ലിം വിരുദ്ധ വികാരം ആളിക്കത്തിയ പശ്ചാത്തലത്തിലായിരുന്നു അറസ്റ്റ്. നിരപരാധിത്വം തെളിയിക്കാൻ പരിശ്രമിച്ചുവെങ്കിലും അന്ന് പരാജയപ്പെടുകയായിരുന്നു. 19 വർഷത്തിലേറെ നീണ്ടുനിന്ന ജയിൽവാസത്തിനൊടുവിലാണ് ഹുമൈദാൻ അൽ തുർക്കി സൗദിയുടെ മണ്ണിലേക്ക് പറന്നിറങ്ങുന്നത്. പേരമക്കളടക്കം കുടുംബാംഗങ്ങളും അടുത്തവരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. ആലിംഗനം ചെയ്ത് കണ്ണീരോടെ അവർ ആഹ്ലാദം കൈമാറി. റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കായിരുന്നു എത്തിയത്. പുറത്തെത്തിയ ഉടൻ ഹുമൈദാൻ ദൈവത്തോടുള്ള നന്ദി സൂചകമായി സുജൂദ് ചെയ്തു. മൂന്ന് മാസം മുൻപേ ജയിൽ മോചിതനായെങ്കിലും ഇന്നലെ രാത്രിയോടെയാണ് നടപടികൾ പൂർത്തിയാക്കി രാജ്യത്തെത്തിയത്. ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ഇദ്ദേഹം അമേരിക്കയിലെത്തുന്നത് ഉപരിപഠനത്തിനായാണ്. പിടിയിലാകുന്നത് വീട്ടുജോലിക്കാരിയായ ഇന്തോനേഷ്യൻ സ്വദേശിയെ ആക്രമിച്ചു, നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചു എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ്. അൽ ഖ്വയ്ദ അമേരിക്കയിൽ നടത്തിയ ഭീകര ആക്രമണങ്ങളെ തുടർന്ന് മുസ്ലിം വിരുദ്ധ വികാരം ആളിക്കത്തിയ പശ്ചാത്തലത്തിലായിരുന്നു സംഭവം. മുസ്ലിം വിരുദ്ധ വികാരത്തിന്റെ ഇരയാണ് താനെന്നും ചുമത്തപ്പെട്ട കുറ്റങ്ങൾ താൻ ചെയ്തിട്ടില്ലെന്നും വാദിച്ചുവെങ്കിലും ശിക്ഷ വിധിക്കുകയായിരുന്നു. സൗദി ഭാഷാ പണ്ഡിതനായ ഇദ്ദേഹം 37-ാം വയസ്സിലാണ് ജയിലിലാകുന്നത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.